ഹായ് ഫ്രണ്ട്സ്, ഒരു ബിടെക് സിവിൽ എഞ്ചിനീയർക്ക് ഒരുപാട് അവസരങ്ങളാണ് ഈ 2024-ലും 2025-ലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ, RRB ജൂനിയർ എഞ്ചിനീയർ, SSC ജൂനിയർ എഞ്ചിനീയർ, ISR അടക്കമുള്ള ബിടെക് പാസ്സായ ഒരു സിവിൽ എഞ്ചിനീയർക്ക് ഒരുപാട് എക്സാംസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഈ 2024-ലും അതുപോലെ 2025-ലൊക്കെ നമ്മൾ എക്സാംസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ബിടെക് ലെവലിൽ വരുന്ന എക്സാംസുകൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സൈലം ടെക്നിക്കലിന്റെ ഫസ്റ്റ് ലൈവ് ഓൺലൈൻ ബാച്ച്, ലൈവ് ക്ലാസ്സുകളായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ലൈവ് ഓൺലൈൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 15-നാണ്. അപ്പൊ ആ ഒരു ബാച്ചിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സുകൾ, എങ്ങനെയാണ് അതിന്റെ ഷെഡ്യൂള്, ക്ലാസ് ടൈമിംഗ് വരുന്നത്, ഏതൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നമുക്ക് ഈ ഒരു ബാച്ച് കൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്, ഇതുകൊണ്ട് ഈ ഒരു ബാച്ച് കൊണ്ട് ഗുണമുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പൊ ഞാൻ എല്ലാ സമയത്തും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഒരു എക്സാമിന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യണം, വരാൻ പോകുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട്, അഥവാ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി നമ്മൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം നേരത്തെ നമുക്ക് തുടങ്ങാൻ പറ്റുമോ അത്രത്തോളം നേരത്തെ നമ്മൾ തുടങ്ങണം. നമ്മൾ പിന്നെ ഒരു എക്സ്ക്യൂസ് പറയരുത്, എനിക്ക് സമയം കിട്ടിയില്ല, 3 മാസം മാത്രമേ നമുക്ക് എക്സാം ഡേറ്റ് വന്നതിന് ശേഷം ലഭിച്ചുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് പഠിച്ചില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പഠിക്കാത്തവര് അല്ലെങ്കിൽ പഠിക്കാൻ മെനക്കെടാത്തവര്, അതിനൊരു പരിശ്രമിക്കാത്തവര് പറയുന്ന കുറെ മുടന്ത ന്യായങ്ങളാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് സമയങ്ങളുണ്ട്. നമുക്കറിയാം ഈ വരാൻ പോകുന്ന എക്സാംസുകളൊക്കെ വരാനുള്ളതാണ്. RRB JEE എന്തായാലും വിളിക്കാനുള്ളതാണ്. SSC JEE എല്ലാ വർഷവും വരുന്നതാണ്, അല്ലെ? അതുപോലെ തന്നെ ഈ AE എക്സാംസുകൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചാൽ 1-2 മാസം അങ്ങോട്ടാകാം. എന്നാലും ഈ പറയുന്ന AE എക്സാംസുകൾ, LSTD AE എക്സാം ആയിക്കോട്ടെ, ഇനി ഈ ഒരു വർഷം 2023 കഴിഞ്ഞു പോയിട്ടുള്ള PWD ഇറിഗേഷൻ വരെ നമുക്കറിയാം 2-2.5-3 വർഷം കഴിയുമ്പോൾ ഈ ഒരു എക്സാം വീണ്ടും വരുമെന്നുള്ളത്. ഈ പറഞ്ഞ എക്സാംസുകളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, നമുക്കറിയാം ഈ ഒരു എക്സാംസുകളൊക്കെ ഇനി വരാനുള്ളതാണ്. അപ്പൊ നമ്മൾ അത് കണ്ട് നമ്മൾ പഠിച്ചു തുടങ്ങണം. എത്രത്തോളം നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പ്രിപ്പറേഷൻ നമുക്ക് ഈസി ആക്കാൻ പറ്റും. അതല്ല ഞാൻ സമയം കിട്ടിയില്ല, പഠിച്ചു തുടങ്ങിയില്ല, അപ്പൊ ആ രീതി എക്സ്ക്യൂസുകളൊന്നും അതൊന്നും ഒരു പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊരു എക്സാം, നമ്മളൊരു ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്നവർ പറയേണ്ട കാര്യങ്ങളല്ല. ഓക്കെ, അപ്പൊ അതുപോലെ നമ്മൾ ഈ വരാൻ പോകുന്ന എക്സാംസുകൾക്ക് നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ മനസ്സറിഞ്ഞുകൊണ്ട് ഓക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യും, ഞാൻ എനിക്ക് പറ്റുന്ന എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യും, ഞാൻ ഈ എക്സാം എഴുതും, ക്രാക്ക് ചെയ്യും, ഈ ഒരു 1-2 വർഷം കൊണ്ട് ഞാനൊരു ഗവൺമെന്റ് ജോലിയിൽ, അത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെതോ കേന്ദ്ര സർക്കാരിൻ്റെതോ ആയിക്കോട്ടെ, ഞാനൊരു ഗവൺമെന്റ് ജോലിയിൽ ഞാൻ ജോയിൻ ചെയ്യുമെന്ന് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജനുവരി 15 മുതൽ സൈലം ടെക്നിക്കൽ സൈലം ആപ്പിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മുടെ ഫുൾ സപ്പോർട്ട്, ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ, മികച്ച മെറ്റീരിയലുകൾ, എക്സാം സീരീസുകൾ, അസസ്മെന്റ് ടെസ്റ്റുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ബണ്ടിലായിട്ട് നിങ്ങൾ എക്സാംസിന് പറഞ്ഞയക്കുമെന്നുള്ളത് എൻ്റെ ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഡേറ്റ് പറയുന്നു, ഈ ജനുവരി 15 മുതലാണ് നമ്മുടെ AE സിവിലിന്റെ ലൈവ് ബാച്ച്, കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സുകളായിരിക്കും ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്കറിയാം ഈ ഒരു ക്ലാസ് നമ്മൾ മുന്നോട്ട് പോകുന്നത് വരാൻ പോകുന്ന AE എക്സാംസുകളും. അപ്പൊ നമുക്കറിയാം ഓൾറെഡി ഒരുപാട് എക്സാംസുകൾ, ഓൾറെഡി വിളിച്ച എക്സാംസുകൾ ഉണ്ട്. ഇനി നമ്മൾ ഒരുപാട് ബിടെക് ലെവൽ എക്സാംസുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ RRB ജൂനിയർ എഞ്ചിനീയർ, SSC ജൂനിയർ എഞ്ചിനീയർ ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈ 2 എക്സാം, ഏത് RRB ജൂനിയർ എഞ്ചിനീയറും SSC ജൂനിയർ എഞ്ചിനീയറും ഡിപ്ലോമ ലെവൽ എക്സാമുകൾ ആണെങ്കിൽ പോലും നിങ്ങൾ ബിടെക് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏതാണ്, ഒരു ബിടെക് ലെവൽ എക്സാംസുകൾക്ക് ചോദിക്കുന്ന പോലെയാണ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നത്. അതുപോലെ ടെക്നിക്കൽ സിലബസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 90% എന്താണ്, സെയിം ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു AE ലെവൽ വരുന്ന കംപ്ലീറ്റ്, ഓക്കെ, AE ലെവൽ വരുന്ന എല്ലാ എക്സാംസുകൾക്കും, ISRO എക്സാംസുകൾ, ഡിഫറെന്റ് PSU നടത്തുന്ന എക്സാംസുകൾ, അപ്പൊ ഈ ഒരു എക്സാംസുകൾക്കൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ഒരു ജനുവരി 15 തുടങ്ങുന്ന ലൈവ് ബാച്ചിന്റെ നമ്മുടെ സിലബസുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ എക്സാംസുകൾ നിങ്ങൾ RRB JEEക്ക് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, SSC JEEക്ക് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, വരാൻ പോകുന്ന AE എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, ഓൾറെഡി നമുക്കറിയാം ആർബർ നിങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാമ്പിളാണ് ആർബർ AE. അപ്പൊ ഈ ആർബർ AEയുടെ PSCയുടെ വന്നിട്ടുള്ള പുതിയ കലണ്ടർ അനുസരിച്ച് ഏകദേശം ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് നമ്മൾ ഈ ഒരു എക്സാം നമ്മൾ ആർബർ AE അതിൽ കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ മുന്നിൽ 5-6 മാസങ്ങൾ നമ്മൾ മുന്നിൽ വരുന്നുണ്ട്. അതുപോലെ SSC JEE, RRB JEE ഇതുപോലുള്ള എക്സാംസുകൾക്കൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ബാച്ചാണ് ഈ ഒരു ജനുവരി 15 തുടങ്ങുന്ന നമ്മുടെ AE ലൈവ് ബാച്ച് വരുന്നത്. സോ ഇതിന്റെ ഒരു ഷെഡ്യൂൾ വരുന്നത് നിങ്ങൾക്ക് ഏകദേശം ക്ലാസ്സുകൾ വരുന്നത് 6 to 8 month ആയിരിക്കും. ആവറേജ് 6 മാസമാണ് ഇതിന്റെ ഒരു
ഡ്യൂറേഷൻ വരുന്നത്. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ നിങ്ങളുടെ സിലബസുകൾ കവർ ചെയ്തിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് 1 ഇയർ വരെ ഈ ഒരു കോഴ്സ് ജനുവരി 15 മുതൽ അടുത്ത ജനുവരി 15 വരെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ LSD വിളിച്ച് ഈ ഒരു ഇയർ എൻഡിലാണ് എക്സാം നടക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത വർഷമാണ് എക്സാം നടക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ജോയിൻ ചെയ്യുന്ന ബാച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കും കൂടെ ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഈവനിങ് സമയങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ വരുന്നത്. നമുക്ക് 2-3 മണിക്കൂറാണ് ഒരു ദിവസം ക്ലാസ് വരിക. ഒരു സബ്ജക്ട് 1 അവർ എന്നുള്ള രീതിയിൽ. ഓക്കെ, ഒരു സബ്ജക്ട് 1 അവർ, പിന്നെ കുറച്ച് നേരം ഗ്യാപ്പ്, പിന്നെ ഒരു 1 അവർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 2 to 3 അവർ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പെർ ഡേ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. സോ രാവിലെയൊക്കെ വർക്ക് നമ്മൾ ജോലി കഴിഞ്ഞ് വന്ന് നമ്മൾ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്ലാസ്സുകൾ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഈ കേരളത്തിൽ സിവിൽ കോമ്പറ്റേറ്റീവ് എക്സാംസുകളിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും മികച്ച അധ്യാപകർ തന്നെയായിരിക്കും ഈ ഒരു ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത്. അവരുടെ മികച്ച ക്ലാസ്സുകളായിരിക്കും, അവരുടെ മികച്ച നോട്ടുകളായിരിക്കും. സോ ഈ ഒരു ക്ലാസ്സുകൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എക്സാംസിന് വളരെ ഈസി ആയിട്ട്, നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് ഈ ഒരു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. സോ അതിന്റെ മെറ്റീരിയൽസുകൾ, അതുപോലെ തന്നെ ഈ ഒരു ബാച്ച് ലൈവ് ബാച്ച് ആണെങ്കിലും നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡ് അവൈലബിൾ ആയിരിക്കും. ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതേ സെയിം ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് എന്തായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട്. സോ ഈ ഓരോ ബാച്ചിലുള്ള ഓരോ കുട്ടികളെ ഈ ഒരു മെന്റർ നോക്കുന്നതാണ്. അതിനനുസരിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാനുകൾ, ഇപ്പൊ നമ്മൾ 15 തുടങ്ങുന്നു, ക്ലാസ്സുകൾ വരുന്നു, എക്സാം എഴുതുന്നു. അത് മാത്രമല്ല, നിങ്ങൾക്കൊരു പേഴ്സണലി നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ, ഇപ്പൊ നമുക്കറിയാം പല കുട്ടികളും പല രീതിയിലായിരിക്കും പഠിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ ഒതുങ്ങുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാനുകൾ മെന്റർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഒരുപാട് ടെസ്റ്റുകൾ, ഒരുപാട് എക്സാംസുകൾ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു നല്ലൊരു ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ബണ്ടിൽ തന്നെയാണ്. ഓക്കെ, അതായത് നിങ്ങളൊരു സബ്ജക്റ്റ് അല്ല, ഒരു ചാപ്റ്റർ അല്ല, ഒരു ടോപ്പിക്ക്, ഒരു സബ്ജക്റ്റിൽ ഒരു ചാപ്റ്ററിൽ ഒരു ടോപ്പിക്ക് തീരുന്ന മുറക്ക് നിങ്ങൾക്ക് അതിന്റെ എക്സാമുകൾ, ഓരോ സബ്ജക്റ്റുകൾ തീരുന്നതിനനുസരിച്ച് സബ്ജക്ട് ടെസ്റ്റുകൾ. ഈ ഒരു ടെസ്റ്റുകൾ തന്നെ നമുക്കറിയാം പല ലെവലിലാണ് നമുക്ക് ക്വസ്റ്റൻസുകൾ ചോദിക്കുന്നത്. സോ അതിനനുസരിച്ചുള്ള രീതിയിലാണ് സബ്ജക്ട് ടെസ്റ്റുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസുകൾ, ടെസ്റ്റുകൾ, സബ്ജക്ട് ടെസ്റ്റുകൾ. പിന്നെ നമുക്കറിയാം നമ്മൾ ഓരോ വീക്കിലും നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണ് ഇത് ഓരോ വീക്കിലും പഠിക്കുന്നത്, എങ്ങനെയാണ് റിവൈസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും ഈ മെന്റേഴ്സിന് നിങ്ങൾ ഓരോരുത്തരും അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീക്കിലി അസസ്മെന്റ് ടെസ്റ്റുകൾ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്കറിയാം മോക്ക് ടെസ്റ്റുകൾ അല്ലെ. നമ്മൾ ഏത് എക്സാമാണോ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, അത് എക്സാം മാത്രമല്ല RRB, JEE, SSC, JEE പോലുള്ള ഈ എക്സാംസുകളുടെ ഒക്കെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. അതായത് നമ്മൾ ആ ഒരു റിയൽ എക്സാമിനെ പോലെ ഇത്ര നമ്പർ ഓഫ് ക്വസ്റ്റൻസുകളാണോ, എന്താണോ അതിന്റെ ടൈം വരുന്നത് ആ ഒരു എക്സാമിന്റെ, അപ്പൊ അതുപോലെയുള്ള ഒരു റിയൽ മോക്ക് ടെസ്റ്റുകൾ, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു നല്ലൊരു വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ സ്റ്റാഫുമായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ, പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാനൊക്കെ ഉള്ള അത് ക്ലാസ് കൂടാതെ, ഇപ്പം നമ്മൾ നോർമലി സബ്ജക്ട് ക്ലാസ്സുകൾ കൂടാതെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സെഷനുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് സ്റ്റാഫിനോട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം, കൂടുതൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസുകളോട് ഡിസ്കസ് ചെയ്യാൻ പറയാം, പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എക്സ്ട്രാ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള സെഷനുകൾ അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ ഞാൻ പറഞ്ഞ ഏറ്റവും നല്ലൊരു എന്താ പറയുന്നത്, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു തന്നെ വീണ്ടും പറയുന്നത്, നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വരാൻ പോകുന്ന എക്സാംസിന് നല്ലൊരു നിങ്ങൾ ആ ഒരു പ്രിപ്പയർ ചെയ്ത രീതിയിൽ നിങ്ങൾ എക്സാംസിന് നിങ്ങളെ തയ്യാറാക്കുക അല്ലെങ്കിൽ റെഡിയാക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ജോലിയാണ്. അത് ഈ പറഞ്ഞ ഫീച്ചേഴ്സ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എന്തായാലും പറ്റും, ഈ ഒരു കോഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ജനുവരി 15 തുടങ്ങുന്ന ഈ ഒരു ലൈവ് ബാച്ചിൽ ഇതിന്റെ ഫീസ് വരുന്നത് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന 200 സ്റ്റുഡൻസിന് 12,999 അല്ലെ, 12,999 ആണ് നമുക്ക് ഫീസ് വരുന്നത്. നിങ്ങൾക്കറിയാം നമ്മൾ കംപ്ലീറ്റ്ലി ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ വേറെ എവിടെ ചോദിച്ചാലും ഈ ഒരു ലൈവ് കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ ഇത്രയും കുറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീല് നിങ്ങൾക്ക് അവൈലബിൾ അല്ല. സോ ഇത് ആദ്യത്തെ 200 സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഒരു ഫീസ് വരുന്നത്, ഈ ഒരു ഓഫർ പ്രൈസിൽ വരുന്നത്. സോ ഓൾറെഡി ഈ കോഴ്സ് നമ്മൾ ആപ്പിൽ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് കുട്ടികൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓഫർ പ്രൈസിൽ വളരെ കുറഞ്ഞ ഒരു സ്ലോട്ടുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നവർ നിർബന്ധമായിട്ടും ഇന്ന് തന്നെ നമ്മുടെ ആപ്പ് സൈലം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ ടെക്നിക്കൽ PSC സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ AI ബാച്ചുകളും ഓവർസിയർ ബാച്ചുകളും
ബാച്ചുകളൊക്കെ. സോ നിങ്ങൾ A ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഇന്ന് തന്നെ നമ്മൾ ആപ്പിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ലൈവ് ബാച്ച് സിവിൽ ബാച്ച് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. നമുക്ക് ജനുവരി 15 മുതൽ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ കളറാക്കാം. ഓക്കെ, താങ്ക് യു.